വീട്ടിലുള്ള രോഗികളുടെ വ്യക്തിഗത ശുചിത്വം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ആദ്യം തന്നെ രോഗികൾക്ക് അധികം കാഠിന്യമുള്ള, അതായത് സോഫ്റ്റ് ആയ സോപ്പുകൾ ആണ് അവർക്ക് ഉപയോഗിക്കേണ്ടത്. ക്ലീനിങ്ങിനും കുളിക്കുമ്പോഴെല്ലാം വളരെ മൃദുവായ, അതായത് അധികം കോൺസെൻട്രേഷൻ ഇല്ലാത്ത സോപ്പുകളാണ്, മൃദുവായ സോപ്പുകളാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് കുളിക്കുമ്പോൾ, ബാത്റൂമിൽ പോയി കുളിക്കുമ്പോൾ, തന്നെ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ കുളിപ്പിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും വീഴാതെ ഇരുത്തി കുളിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അവർക്കൊരു കസേര കൊടുത്ത് കസേരയിൽ ഇരുത്തിക്കൊണ്ട് കുളിപ്പിക്കാൻ ശ്രദ്ധിക്കുക. തെന്നി വീഴാതെ അല്ലെങ്കിൽ പെട്ടെന്ന് അവർ മറിഞ്ഞു വീഴാതെയുള്ള എല്ലാം ശ്രദ്ധിക്കാൻ പറ്റും. കസേരയിൽ ഇരുത്തിക്കൊണ്ട് മാത്രം കുളിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നഖപൊടി എന്നിവ കൃത്യമായി വെട്ടി നല്ല ക്ലിയർ ആയി സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒന്നും അലക്ഷ്യമായി വലിച്ചെറിയാൻ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ സ്വാതന്ത്ര്യം പ്രൊമോട്ട് ചെയ്യുക. അതായത് രോഗികൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തനിയെ തന്നെ ചെയ്യിക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അവരുടെ രോഗാവസ്ഥയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അതിന് വേറെ ആൾ ഹെൽപ്പ് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എപ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ അത് ചെയ്തു കൊടുക്കാതിരിക്കുകയും അവരോട് പറഞ്ഞ് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർ തനിയെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഒരു വിശ്വാസവും വരികയും അവർക്ക് കൂടുതൽ അവരുടെ കഴിവുകൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുകയാണ്. രോഗിയുടെ ചർമ്മം എപ്പോഴും, അതായത് ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസറോ വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള കാര്യങ്ങൾ തേച്ച് കൊടുത്ത് സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഈ കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.